ഇനി നീ എത്ര തീർത്തു പറഞ്ഞാലും ഡാഡിക്ക് അങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല മോളൂ. ക്ഷണിച്ചു വരുത്തിയ ആൾക്കാർ എന്നെ നോക്കി പരിഹസിക്കുമ്പോൾ അവർ എന്താണ് പറയേണ്ടതെന്ന് ഡാഡിക്ക് അറിയില്ല. ഇങ്ങനൊരു അപമാനം ഡാഡിക്ക് വാങ്ങിയിട്ടൊന്നല്ലോ മോള്. ഇനിയിപ്പോ എല്ലാവരോടും ചെയ്ത് പറഞ്ഞേക്കാം, എന്റെ മോള് കണ്ടുപിടിച്ച ചെറുക്കം മുങ്ങി, വിവാഹം ക്യാൻസൽ. Hey, hi. Sorry, ഞാൻ കുറച്ച് ലേറ്റ് ആയോ? Actually, come with me. Come here. Where the hell were you? Sorry, അത് പിന്നെ What? അതൊരു നീണ്ട കഥയാണ്. Enough. എന്താ നടന്നതെന്നൊന്ന് പറഞ്ഞേ. ഇത് നമ്മുടെ കല്യാണം ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരുപാട് കണ്ണടയ്ക്കാൻ പറ്റിയില്ല ഇന്നലെ രാത്രി. Oh, really? അത് ശരി. എന്നിട്ട് ഞാൻ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു, ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്തില്ലല്ലോ ഈ ഒരു പോളെ കണ്ണടയ്ക്കാത്ത ആള്. Really? Yes. പറയാം. ഹായ് അങ്കിൾ. ഒരുപക്ഷെ എന്റെ ഫോണ് ഞാൻ സൈലന്റ് മോഡിൽ ഇട്ടിട്ടുണ്ടാവും. Shut your mouth. Yes. At least don't lie on your wedding day. Yes. നിന്നെ Dad. ഇനി ഇവനെ തന്നെ വേണോ നിനക്ക് കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാൻ? Dad, I don't believe a word what he said. But I really love him, Dad. Really? സത്യം. ഓക്കെ, ശരിക്കും നടന്നത് എന്താണെന്നറിയോ? What? ഇന്നലെ രാത്രിയിൽ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തില് നമ്മൾ ആദ്യം കണ്ട നിമിഷം. ഗുഡ് മോർണിംഗ്. ജയ് എണീറ്റപ്പോ എന്നെ കൂടെ വിളിക്കാറുന്നില്ലേ? അങ്ങനെ പെട്ടെന്ന് വിളിച്ചുണർത്തിയാലേ എന്റെ ചക്കര ഇങ്ങനെ അലസ മദൻ മോഹന മാളവികയായിട്ട് ഡ്രസ്സൊക്കെ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കുറച്ചൊക്കെ ഇങ്ങനെ കാണിച്ചു കിടക്കുന്നത് ഇങ്ങനെ വായി നോക്കിയത് കാണാൻ പറ്റുമോ? കോഫി. താങ്ക് യു. എനിക്ക് എല്ലാ ദിവസവും ആദ്യം എണീക്കണം. എന്നിട്ട് എന്റെ ജയ്ക്ക് ബെഡ് കോഫി ഉണ്ടാക്കി തരണം, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി തരണം, ജയുടെ ക്ലോത്ത്സ് എല്ലാം അയൺ ചെയ്ത് വെക്കണം. ഇതൊക്കെ തന്നെ ചെയ്ത ശീലം എനിക്ക്. Let me help you. മോളിപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയല്ലേ ഉള്ളൂ. ഓരോന്നോരോന്നായി പതുക്കെ ചെയ്ത് തന്നാ മതി. ഹലോ. ഹായ് ജയ്. ബിസി ഡിന്നറിന് എന്താ കുക്ക് ചെയ്യണ്ടെന്ന് ചോദിക്കാൻ വിളിച്ചതാ. അതേ, അമ്മയുടെ റെസിപ്പി ബുക്കേ ഞാനിങ്ങ് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജയ്ക്ക് എന്താ സ്പെഷ്യൽ ഡിഷ് വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തായാലും ഓക്കെ. ബ്രിഞ്ചാൾ ഇഷ്ടാണോ ജയ്ക്ക്? ബേങ്ങൻ ഭർത്ത. ഓക്കെ. ബേങ്ങൻ മസാല ആയാലോ? ഈ കത്രിക്കയിൽ നല്ല മസാലയൊക്കെ ഇട്ടിട്ട്. എനിത്തിങ് സ്വീറ്റി, നിന്റെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടാ. ജയ് പ്ലീസ്. ഓക്കെ ലിസൺ, ഞാനിപ്പോ കുറച്ച് ജോലിയിലാണ്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. ലൈഫ് ഇവിടെ നിന്റെ തടവിൽ കെട്ടിയിട്ടിരിക്കുന്നത് എന്നെ, വിക്ടർ റാണെ. പക്ഷേ ടോർച്ചർ അനുഭവിക്കുന്നത് ഞാനല്ല, നീ. Come. Thank you. Which floor? Can you please press the third floor? Third floor. Yeah. Thanks. മലയാളി? അതെ. ഇവിടെ പുതിയതായിട്ടാ? ഏത് ഫ്ലാറ്റില്? 306. ജയയുടെ? അതെ, ഞാൻ ജയയുടെ ഭാര്യയാണ്. അയ്യോ, അത് കൊള്ളാമല്ലോ. ഇതെപ്പോ ജയ് വീണ്ടും കല്യാണം കഴിച്ചോ? ഇവിടെ ഞങ്ങൾ ആരും അറിയാതെയോ? എല്ലാം പെട്ടെന്നായിരുന്നു. Okay, see you, auntie. Okay, see you.
റാണ നെറ്റ് ഉപയോഗിച്ച് എൻ്റെ പേരുകൾ മാന്തണമെങ്കിൽ അവൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേകളിൽ അവിടെ വേണം നമ്മൾ സ്നിഫ് ചെയ്യാൻ. Your cell phone has just issued a text from your wife. സോറി. വൈഫ് കിട്ടുന്നത് മെസ്സേജ് എടുത്തുക പ്ലീസ്. Missing you. What time will you be home? இதுதான் உன் வாழ்க்கையில நடக்க போற மோஸ்ட் டேஞ்சரஸ் அண்டர் கவர் மிஷன். യെസ് സർ. റാണ. ராணா இல்ல ராணி, உன்னோட அஞ்சலி. யுவர் மேரேஜ் மோஸ்ட் டேஞ்சரஸ் அண்டர் கவர் மிஷன். Hi. How was your day? ഈ വാതിലൊന്ന് തുറന്നാ അകത്ത് വന്നെല്ലാം വിസ്തരിച്ച് പറയാം. ഫോർ യു. Oh, sweet. ഇതെനിക്കാ? Come. I have a surprise. Show me. ജയുടെ ഫേവറേറ്റ് കൗച്ച് ഇല്ലേ? അത് ദേ ഗസ്റ്റ് റൂമിലേക്ക് മാറ്റി. Oh. പിന്നെ ഡൈനിങ് അത് ഇങ്ങോട്ടേക്ക്. ഗുഡ്. Then നമ്മുടെ ടിവി അത് ദേ ആ കോർണറിലേക്ക് സെറ്റ് ചെയ്തു. പിന്നെ ജയുടെ കുറെ ഓഫുൾ പെയിന്റിങ്സ് അത് ഞാൻ എടുത്ത തൂപ്പുകാരന് കൊടുത്തു കളയാൻ. How is it? ഇങ്ങനെ തുടങ്ങിയാലേ നീ കുറച്ച് കഴിയുമ്പോ എന്നെ മാറ്റിയിട്ട് താഴത്തെ ആ കളവൻ തൂപ്പുകാരനെ കയറി താമസിപ്പിക്കല്ലോ. ശരി നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ ഒറ്റത്തടിയും ബാച്ചിലർ അല്ല, ഓ സോറി. കൂടെ ഒരാളും കൂടെ ഉണ്ട്. ശീലമായിപ്പോയി ഒറ്റത്തടി. വന്നേ. ഓക്കെ. ഈശ്വരാ, ഈ തടിയന് നല്ല വിശപ്പുണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുണ്ടാക്കിയതാ ഇതല്ല. ആണോ? നന്നായി. ഇല്ലേ കടിച്ചു തിന്നേനെ. എങ്ങനെയുണ്ട്? സൂപ്പർ ഫാന്റാസ്റ്റിക് അമേസിംഗ്. അതിന് കഴിച്ചു നോക്കിയില്ലല്ലോ. എന്നെ കളിയാക്കാണല്ലേ? എങ്കിൽ കഴിച്ചിട്ട് പറയാം. വാ. നോ, യു ആർ സോ മീൻ. ഞാൻ എത്ര സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ല. Come. ആൻഡ് യു ജസ്റ്റ് മേക്കിംഗ് ഫൺ ഓഫ് മീ. Sorry. It's all right. Okay. എന്തുപറ്റി? ഇഷ്ടപ്പെട്ടില്ലേ? നന്നാവാം. വേണമെന്ന് വെച്ചാ ഇനി നന്നാവാം. വാട്ട്? ഏയ് വെയ് ഞാനിതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്തുപറ്റി ജയ്? എന്റെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും സ്വാദിഷ്ടമായ ആഹാരം ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കേട്ടിട്ടില്ലേ? ഈ വിശിഷ്ട പൂജ്യം ചമച്ച വിരൽത്തുമ്പുകളിൽ ഞാൻ ചുംബിക്കാൻ ആഗ്രഹിക്കുന്നു. മോനെ, ഹോളിവുഡ് സ്റ്റൈലിലുള്ള പ്രേമം വേണ്ട. എന്നാൽ ഇന്നത്തേത് ഹോളിവുഡ് സ്റ്റൈൽ. Hey. ഹലോ. ஜெய் என்னடா பண்ணிருக்க? ഇതുവരെ ഒന്നുമേ പണല്ലേ സാർ. சரி சரி, நீ எதுவும் பண்ண வேண்டாம், உடனே கிளம்பு. സാർ. டே, ராணா இன்டர்நெட் யூஸ் பண்ண சைபர் கஃபேவே தேடி பிடிச்சாச்சு. സാർ. நீ இம்மிடியேட்டா கிளம்பிங்க வா. സാർ. അതെ, ഓഫീസിലൊരു എമർജൻസി. സീക്രമാ പോയിട്ട് സീക്രമാ വന്നിട്ടേ. ജയ്, ഈ എക്സ്പോർട്ട് കമ്പനിയിലെ നൈറ്റ് എന്താ ജയ് എമർജൻസി? കമ്പനിയുടെ ഒരു കപ്പല് ആ, കാക്ക കുത്തി കടലിലിട്ടു. ഞാൻ അതൊന്ന് മുങ്ങി എടുത്തു കൊടുത്തിട്ട് വരാം. സാറു കാമദേവൻ ഡംബു. ഈ പ്രണയശരം കൊണ്ടവനെ എന്ത് പേര് പറയും ഇൻ 5 letters? ലവർ. Hey, you are too good, baby. I know. Lover. ജയ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ എന്താ? ശരിക്കും എന്റെ ഭർത്താവിന് എന്താ ജോലി? നീ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്ത് പറ്റി പെട്ടെന്ന്? അല്ല, ഭാര്യമാരാകുമ്പോ ഭർത്താവിന്റെ ജോലിയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അതായത് ഈ ഭാര്യമാര് നിന്നെ കൂടാതെ വേറെ ഭാര്യ ഉണ്ടോ എനിക്ക്? ജയ് പറയൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ജയ് പറയൂ പ്ലീസ്. അത് കുറച്ച് സിംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞാല്, ഓക്കെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആവശ്യമില്ലാതെ കിടക്കുന്ന കുറെ ചരക്കുകളില്ലേ, യൂസ്ലെസ് കമോഡിറ്റീസ്, അതിനെയൊക്കെ അന്വേഷിച്ച് തേടി പിടിച്ച് പുറത്തേക്ക് കയറ്റി അയക്കുന്ന ജോലി. ആവശ്യമില്ലാത്ത ചരക്കുകളെന്ന് വെച്ചാ യു മീൻ അവർ ഡർട്ടി പൊളിറ്റീഷ്യൻസ്?
അത് രാത്രിയിലെ നമ്മള് കഴിഞ്ഞ് ഉറക്കമില്ലാതെ കണ്ണ് മിഴിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ വിശദമായിട്ട് ചേട്ടൻ നിന്റെ ചെവി പറഞ്ഞുതരാം. உனக்கு ஒரே நேரத்துல பாக்கியம் கெட்ட பாக்கியம் ரெண்டும் வரப்போகுது உன்னோட செகண்ட் ஒய்ஃப்னால. சாரி சார். கால் எடுத்துருங்கப்பா ப்ளீஸ். தேங்க்யூ சார். நம்மெல்லாம் நேஷனல் செக்யூரிட்டி பத்தி பேசிக்கிட்டு இருக்கோம். சாருக்கு அதை விட ஏதோ ஒரு முக்கியமான பிரச்சனை வீட்டில் இருக்கும் போல இருக்கு. ப்ளீஸ் கோ ஹெட். சார் വൈഫ് ப்ளீஸ். താങ്ക് യു. ഹലോ. ഹായ് ജയ്. അതെ ഓഫീസിൽ വരുമ്പോഴേ എനിക്ക് കുറച്ച് സുക്കിനി വാങ്ങിച്ചിട്ട് വരൂ പ്ലീസ്. ആര് ചുക്കുമണിയാ? സുക്കിനി യാർ സുക്കിനി. ആ ഓക്കെ. சார் மீட்டிங்கை கண்டினியூ பண்ணலாமா? വാട്ട്സ് ദിസ് സാർ പ്ലീസ്. வெல் கைஸ், இப்போ இந்த ஆயிஷா யாரா இருந்தாலும் எங்க இருந்தாலும் அவளை ட்ரேஸ் அவுட் பண்றது தான் நம்மளோட முக்கியமான வேலை. സുക്കിനി. ஆனா அது ஈஸியான விஷயம் இல்ல. our first move should be സുക്കിനി. വാട്ട്? സുക്കിനി. എനി ഐഡിയ? സുക്കിനി? നോ സർ, ഐ ഹാവ് നെവർ മെറ്റ് ഹിം. டேய் சார். உங்க சுக்கனி விடுறா, ஆயிஷாவை பாருடா. സോറി സാർ. ഐഷ. ഐഷ. ഈ പഹീൻ ഓനെ കണ്ടാൽ അങ്ങനെ ഓർമ്മയിലിക്കാനുള്ള ഗ്ലാമർ ഒന്നും പറയാൻ കഴിയില്ല മാഷെ. പക്ഷെ ഓൻ്റെ കൂടെ സ്ഥിരമായിട്ട് ഇവിടെ വന്നോണ്ടിരുന്ന ഓള് ഓള് ഫ്രണ്ടിന്ന് നമ്മളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാ നമുക്ക് ഓളുടെ അല്ല എവിടെ നോക്കണ്ടേ പറയാൻ കഴിയൂലല്ലേ സുൽഫിക്കറെ? Sir, I think he knows something. എന്നാലോ ഓള് നമ്മുടെ ഫ്രണ്ടിന്ന് പോവാൻ അങ്ങോട്ട് തിരിഞ്ഞാല് നമുക്ക് ഓളുടെ ബാക്ക് ബേക്ക് ബാക്കിൽ നിന്ന് കണ്ണ് പറിക്കാനും കഴിയൂല. ഇല്ല, കഴിയൂല. आओ साहब से मिलो. इसके साथ तुमने भी देखा? हाँ हाँ साहब, मैंने भी देखा है. എന്നിട്ട് എനിക്ക് ഓളെ കാണുമ്പോ ഈ പഹയനോട് വല്ലാത്ത ജലസാണ് മാഷെ. അതുകൊണ്ടാ ഞാൻ ഓനിങ്ങനെ മറക്കാണ്ട് മനസ്സിലിങ്ങനെ വെച്ചേക്കണത്. പിന്നെ സുൽഫി ഇജ്ജ് റൂമിൽ പോയിട്ട് എല്ലാം ഒന്ന് കുളിച്ചാളി. ക്രിസ്റ്റി. Sir. There are 3 CCTV cameras here. Yes sir. Get the visuals and check it. Yes sir, done. ഇവിടുത്തെ കോഫിയേക്കാൾ ചൂടുള്ള റാണയുടെ ആ ഫ്രണ്ടിനെ നമുക്കൊന്ന് കാണണ്ടേ? Yes sir, sure. ஏய், സർ இதுதான் ஆயிஷாவா? ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തേ? ബൈ സർ. ബൈ. ഹലോ. ആ ജയ്, സുക്കിനി വേണ്ട കേട്ടോ. മൂക്ക് സുക്കിനി വാങ്ങാൻ ഷോപ്പിലോട്ട് പോവാൻ തുടങ്ങുകയാണ്. വേണ്ടല്ലോ? ഇന്നിവിടെ കുക്കിംഗ് ക്യാൻസൽഡ്. ഏയ്, കുക്കിംഗ് മാത്രമേ ഉള്ളോ അതോ? ഓ ജയ്, ഓർമ്മയില്ലേ നമ്പ്യാർ അങ്കിളിനെ, ഡാഡിയുടെ ക്ലോസ് ഫ്രണ്ട്? ഓ, ഡാഡിയുടെ ക്ലോസ് ഫ്രണ്ടാ? തീർച്ചയായിട്ടും നല്ല ബോറിനായിരിക്കും. ജയ് കേൾക്ക്, ഇന്ന് ഈവനിങ് നമ്പ്യാർ അങ്കിളിന്റെ വക പാർട്ടി. നമ്മൾ പോയേ പറ്റൂ. അയ്യോ അയ്യോ, കഷ്ടമായി പോയി. ഈ നമ്പ്യാർ അങ്കിളിന് ഇത് കുറച്ച് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഓ ജയ് പ്ലീസ് ഡോണ്ട് സേ നോ. ഏ മീന, ഓ പട്ടേൽ കാ ബില്ലിംഗ്, വാട്ട്സ് എ ഡിലേ? ഹാവ് യു ഫിനിഷ്ഡ് ഇറ്റ്? ഈ ഓഫീസിൽ ഇനി ആരോട് പറയണം? അയ്യോ, ഓ മോളു, സോറി. ഇപ്പൊ ഈ ഓഫീസിലെ ഒരുപാട് തിരക്കി നിൽക്കുമ്പോ ഞാനിപ്പോ പക്ഷെ ഞാൻ വന്നില്ലേലും നമ്പ്യാർ അങ്കിളിന്റെ പാർട്ടി ആവുമ്പോ മോള് തീർച്ചയായും. കം ഓൺ ജയ്, ഇപ്പൊ തന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഹണിമൂൺ പോലും പോവാതെ ജയ്ക്ക് എന്തത്ര ജോലി തിരക്കുന്നു, അതും ആ ഉണക്ക് എക്സ്പോർട്ട് കമ്പനിയിൽ. ജയ് പ്ലീസ്, ഇന്നെങ്കിലും എന്നെ നാണം കെടുത്തരുത് മറ്റുള്ളവരുടെ മുന്നിൽ. ഓക്കെ, മോളൊരു കാര്യം ചെയ്യ്, മോള് നേരെ പാർട്ടിക്ക് പോയിക്കോളൂ. ഞാൻ മാക്സിമം വരാൻ നോക്കാം. ഇനി അഥവാ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ മോൾ ഇന്ന് ഡാഡിയുടെ കൂടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഡാഡിയോട് മോളെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതി. എന്താ? കുന്തം. ഹലോ. എന്തു പറ്റി സർ? കുന്തം.
security arrangements are being made in the city in view of the Prime Minister's visit to inaugurate the Global Leadership Summit. അയ്യോ Around മോളു 70 police മോളു നീ പാർട്ടിക്ക് പോയില്ലേ? പോയെങ്കിൽ പിന്നെ കൊടിമരം പോലെ ഞാൻ അവിടെ നിൽക്കൂ. ശ്ശോ, എന്താ പോവാഞ്ഞേ? നമ്പ്യാരെങ്കിൽ ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ മോളുവിന്റെ ഡാഡി ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും മോളുവിനെ. ഓ അവരെ കുറിച്ചൊക്കെ എന്താ കൺസേൺ? together. നിന്റെ നമ്പ്യാരങ്കിളല്ലേ, നമ്മുടെ ഡാഡി അല്ലേ? സ്റ്റോപ്പ് യുവർ ഡ്രാമ ജയ്. വേണമെന്ന് വെച്ചാൽ ജയ്ക്ക് നേരത്തെ വരായിരുന്നു. ആക്ച്വലി ഇന്ന് സംഭവിച്ചത് അതൊരു കഥയാണ്. നിർത്ത് ജയ് നുണക്കഥകള്. വെറുതെ അല്ല ഞാൻ പോകാതിരുന്നത്. എന്റെ ഭർത്താവിന്റെ തിരക്കുകളും അവളാർക്ക് മനസ്സിലാവാനാ? ഈ എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ ലോകം മുഴുവൻ തലയിൽ വെക്കാൻ. ഹേയ്, മോളു 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 വെള്ളക്കൊടി കാണിച്ച പിന്നെ വെടിവെക്കാൻ പാടില്ല. പാകിസ്ഥാൻകാര് പോലും അങ്ങനെ ചെയ്യൂല. ഓക്കെ ഓക്കെ, ഇനി നമ്പ്യാരങ്കിളിന്റെ പട്ടിയുടെ ബർത്ത്ഡേക്ക് വിളിച്ചാലും നമ്മൾ പോകും. പോരെ? ശരി, എന്താ പരിപാടി? ആ പരിപാടിയൊക്കെ പിന്നെ നമുക്ക് പുറത്തെന്തെങ്കിലും പോയി കഴിക്കാം. അയ്യടാ, അതൊരു അവതാരിയൊന്നും അല്ല. വേറെ നിവൃത്തിയില്ല. അതെന്താ? കാരണം ഞാൻ ഇവിടെ തിന്നാൻ ഒരു കുന്തവും പൊഴിഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് ദേ വരുന്നു. ഓക്കെ. മതി, നിർത്ത്. ഒരു ആറ്റുമണ് ഓ, കേട്ട് മടുത്തു മനുഷ്യൻ. നീ ഇതുവരെ വിട്ടിട്ടില്ലേ അത്? ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം ഒന്നുമല്ലല്ലോ, അറിയാതെ പറ്റിപ്പോയതല്ലേ. ഇനി എന്ത് ചെയ്യണം? നിന്റെ കാല് പിടിക്കണം? അയ്യോ വേണ്ട, പക്ഷെ സോറി പറയുമ്പോ അതൊരു ഔദാര്യം പോലെ പറയരുത് പ്ലീസ്. ഇനി എന്താ വേണ്ടത് നിനക്ക്? പറ, ഞാൻ ചെയ്യാം. അയ്യോ ഒന്ന് വേഗം ഓടിക്കാം. കഴിക്കാൻ എന്താ വേണ്ടേ? അങ്ങനെ ഒരു ഐറ്റം ഈ മെനുവിൽ കാണുന്നില്ലല്ലോ കുട്ടിയെ. എന്താ? ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാം. ഞാൻ വരുമ്പോ ഫുഡ് ഇതാ ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? Yes, sir. The answer, my friend, is blowing in the wind. ആ ചേച്ചി വന്നിരുന്ന ഉടനെ നീ ഫുഡ് സെർവ് ചെയ്യണം. Sorry? ഓക്കെ. As soon as she arrives, Sure. swing into action. Sure, sir. Okay? Mountain exist before it is washed to the Sir, sea. as you ordered. Thank you. You're welcome, sir. And how many years must With these love, Jay. people exist before they're allowed to be free? Hey Jaymo. Hey, what a pleasant surprise. ആ, നീ എങ്ങനെ ഇവിടെ? ഞാൻ വിചാരിച്ചു നീ കാനഡയിലായിരുന്നു. മിനിഞ്ഞാന്ന് ബാംഗ്ലൂർ എത്തി. ഓക്കെ. വൗ, എന്താ ഇതൊക്കെ? കാൻഡിൽസ്, റോസസ്. എന്താണ് സംഭവം ജയ്മോ? ഡിന്നറിന് ആരാ കമ്പനി? Is the seat taken? Thank you. Ha, tell me. Oh, with love, Jay. Sir, enjoy, sir. No. How sweet. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ മറക്കാൻ പറ്റില്ലെന്ന്. രമ്യ, no, actually, Oh, Jaymo, come on. not like that. I can't believe this. I'm so excited. What? Distance and spaces between. മതി, enough. Thank you. Let's go. ഇത് രമ്യ. ഹായ്. ഹായ്, ഞാൻ ജയ്മോടെ ex-wife. അറിയാം. എന്നെ അങ്ങോട്ടൊന്ന് പരിചയപ്പെടുത്തായിരുന്നു. അഞ്ജലി, എന്റെ വൈഫ്. ജയ്മോ, you got married again? അതെന്താ? അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ലെന്നുണ്ടോ ജയ്ക്ക്? അങ്ങനെയല്ല ജയ്മോ, അതിനുള്ള യോഗ്യതയില്ലേ? അങ്ങനെ ചോദിച്ചാ വെൽ യെസ്. Hey, രമ്യ, come on. What? എന്റെ മാത്രം തെറ്റാണോ? നീ കുറച്ചുകൂടെ സമയം തന്നിരുന്നെങ്കിൽ നമുക്കെല്ലാം നേരെയാക്കിയിട്ട്. അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കാൻ No. പോയത്. രണ്ടുപേർക്കും പറഞ്ഞു തീർക്കാൻ ഇനിയും ധാരാളം സമയമുണ്ടല്ലോ. ബൈ രമ്യ. മോളു, പ്ലീസ്. പഴയ പ്രശ്നമൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞു തീർത്തിട്ട് വന്നാ മതി. എനിക്കറിഞ്ഞൂടെ ഈ രമ്യ എവിടുന്ന് അബദ്ധത്തിൽ കയറി വന്നാൽ. എൻജോയ് യുവർ ഡിന്നർ. ഇനി ഒരിക്കലും ഇങ്ങനെ കയറി വരല്ലേ. ഓക്കെ, ബൈ.
ഹലോ. ഡെക്കൻ എക്സ്പോർട്സിന്റെ ഓഫീസ് മുഴുവൻ തപ്പിയിട്ട് ഇയാൾക്കൊരു പെൻ കിട്ടിയില്ല. ബട്ട് ഈസി ആയിട്ട് ലിപ്സ്റ്റിക് കിട്ടിയല്ലേ? സത്യം ഇത് തന്നെ ഞാൻ വിചാരിച്ചു. അത്യാവശ്യമായിട്ട് അന്വേഷിക്കുമ്പോൾ പേല കിട്ടുന്നില്ല, ഈസി ആയിട്ട് ലിപ്സ്റ്റിക് കിട്ടുന്നു. ഭഗവാന്റെ തമാശ. അതെ, ആ ഇത് ആരുടെ അഡ്രസ്? അതല്ല, അതൊരു ക്ലയന്റിന്റെ ഷിപ്പിംഗ് ലൈൻ ക്ലയന്റിന്റെ. ഓഹോ, അപ്പൊ ഈ നിങ്ങളുടെ ക്ലയന്റ് എന്തിനാ അതിൽ ഹാർട്ട് വെച്ചിരിക്കുന്നേ? അത് വളരെ സിമ്പിൾ അല്ലേ. ആ ക്ലയന്റ് ഒരു പക്ഷെ ചിലപ്പോ ഹാർട്ട് പേഷ്യന്റ് ആയിരിക്കുമാണെങ്കിലോ. വാട്ട്? ആണെങ്കിലോന്ന് നമുക്ക് ആ ക്ലയന്റ് ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് വിളിച്ചു ചോദിക്കാൻ ചക്കരക്കുട്ടി. Hello, good evening, Deccan Exports. I'm Anjali speaking. Can I talk to Mr. Jay, please? Because I'm not able to reach him on his cell. Oh, it seems Jay sir left early today. Oh, okay. Thank you. Jay. ഇന്നെന്താ വരാൻ ലേറ്റ് ആയേ? ശരിക്കും ചെയ്യുന്ന എവിടെയായിരുന്നു വൈകിട്ട്? ഗോഡ്, സത്യം പറ ജയ്. ഞാനിന്ന് ഓഫീസിലേക്ക് വിളിച്ചപ്പോ റിസപ്ഷനിസ്റ്റ് പറഞ്ഞല്ലോ ജയ് ഇന്ന് നേരത്തെ പോയിന്ന്. അങ്ങനെ പറഞ്ഞോ? അവക്ക് വട്ട. മറ്റുള്ളവരെയാണോ നിങ്ങൾ ജോലിക്ക് വെക്കുന്നത് ഡെക്കൻ എക്സ്പോർട്സിൽ? എല്ലാവർക്കും പറ്റില്ല, പക്ഷെ അവക്ക് വട്ട. നമ്മുടെ കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയ അവളുടെ വട്ട്. Are you having an affair? Yes, ഉണ്ടല്ലോ. ആരുമായിട്ട്? Tell me, who's she? പറയട്ടെ. ഈ അഞ്ജലി കുട്ടിയായിട്ട്. ജയ്, ഇന്ന് ലഞ്ച് കഴിച്ചില്ലേ? അയ്യോ, മറന്നു. ലഞ്ച് മറക്കേ? ഒരുപാട് പണിക്കിടയിൽ ഞാൻ മറന്നു. ഫ്രഷ് ആയിട്ട് വന്ന് ഒരുമിച്ച് ഡിന്നർ. ഓഹോ, ഒരുപാട് പണിയെടുത്ത് തന്നെയാ ഞാൻ ആ ലഞ്ച് ഉണ്ടാക്കിയത്. നോക്കിക്കോ, ഇന്ന് ആ ലഞ്ച് തന്നെ ഡിന്നറിന് പകരം ഞാൻ ചൂടാക്കി തരും. പറയാതെ തന്നിരുന്നെങ്കിൽ ഞാൻ അറിയാതെ കഴിച്ചേനെ. കളഞ്ഞു. ലേഡീസ് പെർഫ്യൂമിന്റെ മണം. Chicken, 2 fried rice, Sprite, lawyer. ഹേയ്, ഒരു വേർഡ് വേണം. എ പ്രോസസ് അഗൈൻസ്റ്റ് നാച്ചുറൽ ലോ. പ്രകൃതി നിയമത്തിന് നിരക്കാത്തൊരു സംഭവം. 7 letter വേർഡ്. ഓ, അതാണോ? അതെന്തിത്ര ആലോചിക്കാൻ? ഹസ്ബൻഡ്. പടാ. ഓക്കെ, ഗോട്ട് ഇറ്റ്. MIR. ഇറ്റ്സ് മിറക്കിൾ. അത്ഭുതം. ലൈല, lunch today's sweetie bitch. കാണിച്ചു തരാടി എന്നിട്ട് ഒന്നേകാളുടെ ലഞ്ച്. ओए ड्राइवर, वो ब्लू गाड़ी के पीछे चलो, जल्दी, फास्ट. மேடம், அது பிஎடபிள்யூ, இது ஆட்டோ. அது மிதிச்சா பிளேட் வேகத்துக்கு போகும். இது எவ்வளவுதே முறுக்குனாலும் அதை தொட முடியாது மேடம். അയ്യോ, തനിക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും തരാം. ഒന്ന് വേഗം പോ, ഫാസ്റ്റ് ഫാസ്റ്റ്. அப்படியா? பாரு, ரோட்ல ஒதுங்காம போறேன் பாருங்க. தள்ளுடா. ஏன் மேடம், இந்த கார்ல போற பெரியயா உங்க ஹஸ்பண்டா? இல்ல மேடம், அவர் என்ன பொம்பளை இல்ல வீக்கா? ഏയ് നഹി, നോ. താൻ വണ്ടി വിട്, ചലോ ഫാസ്റ്റർ. நான் வேகமா போறேன் மேடம், நீ ஜாக்கிரதையா இரு. மேடம், உங்களுக்கு என்ன தெரியும் மேடம்?
ஒவ்வொரு பொண்டாட்டிமார்களும் ஒவ்வொரு புருஷன்மார்களை ஃபாலோ பண்றது இது டெய்லியும் நடக்குது மேடம். நான் எவ்வளவு பார்த்திருக்கேன். ஏன் மேடம் முக்காடு போடுற? Hey Laila. Hey. It's lunch time. பாருமா, இப்ப அந்த பில்டிங்ல இருந்து ஒரு பொண்ணு வெளியில வரும். அது உன் புருஷன்கிட்ட போய் நிக்கு. அவரு அத கார்ல ஏத்திட்டு போவாரு. இதுதாம்மா நடக்கு. Where are you? அந்த பாரு, கரெக்டா சொன்னனா? Can't find you. Hi, I'm here. Oh, அங்கயா? Come. I'm coming. பாத்தியாமா, இவங்கள ஃபாலோ பண்ணி நாங்க போவோம். இவங்க ஆல்ரெடி ஒரு சீப் லாட்ஜ்ல ரூம் புக் பண்ணி வச்சிருப்பாங்க. அரே சூப். இடியட். என்னத்தான் நடக்கிறது தானே சொன்னி. Hello. Jay, I have bad news. Sir? Rana has escaped. லைலாக்கு ராணாவோட லிங்க் இருக்கிறதுனால ராணா இப்ப ஸ்ட்ரைட்டா அங்கதான் வருவான், ஷெல்டருக்காக. உன்னை அங்க பார்த்தா அவன் எஸ்கேப் ஆயிடுவான். நீ உடனே அங்கிருந்து கிளம்பிரு. No, it's too late, sir. She's already here. Hey, Hi. how are you? I'm good. Where do we go for lunch? Your favorite place? Come on in. Okay. Hey, Laila. Hey, what a pleasant surprise, Victor. What happened to you? बस छोटा एक्सीडेंट हुआ. Oh my God. கதையில ட்விஸ்ட். Hey, Jay, look who's here. Your friend. Bloody. He's not my friend. चलो अंदर घुस. Hey. ചോദിക്കുന്നില്ലേ എവിടേക്കാ നിന്നെ കൊണ്ടുപോകുന്നെന്ന്? കൊല്ലാനായിരിക്കും. ചിലപ്പോ ഗണ്ണെടുക്കാൻ മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ കാറിടിച്ച് മറിച്ചും കൊല്ലാലോ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. സമയമായിട്ടില്ല കൊല്ലണം തോന്നി തുടങ്ങാൻ. അപ്പോ ഈ കാണിക്കുന്ന അഭ്യാസം എല്ലാം എന്നെ ഇംപ്രസ് ചെയ്യാനോ? അത് ഞാനിപ്പോ തുടങ്ങുന്നേ ഉള്ളൂ. ജയ്ക്കിപ്പോ എന്താ എന്നോട് പ്രൂവ് ചെയ്യാനുള്ളത്? വലിയ സ്റ്റണ്ട് മാൻ ആണെന്നോ സിനിമയിലെ പോലെ? നോ, ഞാൻ ഇതിനൊക്കെ ട്രെയിൻഡ് ആണെന്ന്. ഐ എം ആൻ ഏജന്റ്. ഏജന്റോ? Yes. ഇൻഷുറൻസ് ഏജന്റോ അതോ ട്രാവൽ ഏജന്റോ? ഓ, അത് ശരി. അപ്പൊ ഏജൻസികളുടെ ഗുണ്ടായിരിക്കും അല്ലേ? അപ്പൊ പോലീസ് എടുക്കാത്തവരെ ഗണ്ണെടുത്ത് വെടിവെക്കും, അല്ലെങ്കിൽ നെഞ്ചത്തോടെ കാർ ഓടിച്ച് കൊല്ലും. അതിനാണോ ട്രെയിനിങ് കിട്ടിയത്? മുംബൈ 26/11 അങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ച് നിനക്ക് ഓർമ്മയില്ലേ?
നാണക്കേട് ഏൽപ്പിച്ച ആഘാതത്തിന് 1 വർഷം തികഞ്ഞപ്പോ ഒരു തീരുമാനമെടുത്തു നമ്മുടെ രാജ്യം. ഭീകരരോട് നേർക്ക് നേരെ നിന്ന് പോരാടേണ്ടി വന്നാൽ അതിന് സ്വന്തം മണ്ണിൽ ഒരു പുതിയ ഇന്റലിജൻസ് ഏജൻസി. അതിൽ ഒരാൾക്കും ഒരു ഏജന്റിനും സ്വന്തം ഭാര്യയോട് പോലും വെളിപ്പെടുത്താൻ അനുവാദമില്ല താൻ ശരിക്കും ആരാണെന്നും തന്റെ ജോലി എന്താണെന്നും. അങ്ങനെ സ്വയം വെളിപ്പെടുത്താൻ അവകാശമില്ലാത്ത അറിയപ്പെടാത്ത പോരാളികളിൽ ഒരാളാണ് ഞാൻ. ദാറ്റ്സ് മീ. അതാണ് നീയും നിന്റെ ഡാഡിയും പുറമെ നിസ്സാരമെന്ന് പുച്ഛിക്കുന്ന ഞങ്ങളുടെ പാവം കയറ്റുമതി കമ്പനി ഡക്കൺ എക്സ്പോർട്സ്. വിശ്വാസം വരുന്നില്ല ഇപ്പോഴും അല്ലേ? നോ. Come on. Look. ദാ നോക്ക്. ഈ എക്സ്പോർട്ട് കമ്പനിയിൽ ഇരുന്നാണ് നമ്മുടെ രാജ്യത്തേക്ക് ശത്രു രാജ്യം ഇറക്കുമതി ചെയ്യുന്ന ഭീകരതയോട് നമ്മൾ പൊരുതുന്നത്. സി, മോണിറ്ററിംഗ് ടെറർ ആക്ടിവിറ്റീസ്, ഫോൺ ടാപ്പിംഗ്, ഹൈടെക് ലിസ്ണിംഗ്, ചാരപ്പണി, അങ്ങനെ പലതും. കം. Check the wire. Sir. Huh? Okay. This is my boss. ഇതെല്ലാം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീം അംഗങ്ങളാണ്. ஓ, போன பொண்டாடி திரும்பி வந்தாச்சா? ஹாய் அஞ்சலி. சோ இப்ப புரிஞ்சுதா? இது எக்ஸ்போர்ட் கம்பெனி கிடையாது. நாங்க 2 பேரும் நேஷனல். അവർക്ക് ഉങ്ക തമിഴ് വന്ന് അവർക്ക് മനസ്സിലാവില്ല സാർ. ஓ, அப்படியா? ஓகே சரி. ലുക്ക് അഞ്ജലി, ഡെക്കൻ എക്സ്പോർട്സിലെ ട്രേഡ് ചെയ്യുന്ന ചരക്ക് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? This is so unreal. ശ്രീ അഞ്ജലി, ഇവിടെ കണ്ടതും അറിഞ്ഞതും ഒക്കെ പുറത്തൊരാളോടും പറയാൻ അനുവാദമില്ല നിനക്ക്. എന്റെ ജോലി ഇദ്ദേഹം ആരാണ്, നോട്ട് എ വേർഡ്. ഓക്കെ? സർ, എന്റെ ഈ പാവം എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ് രാജ്യത്തിന്റെ കമാൻഡോ ആണെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇനിയിപ്പോ ആരും അങ്ങോട്ട് വിശ്വസിക്കുമെന്നും തോന്നുന്നില്ല. നീയോ? നിനക്കിപ്പോ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? Sorry, Jay. Me too. Sorry. It's okay. Love you. Come on. Hey, Jay. Now both of you get out of my office. Let's go. Come. Okay. நன்றி தலைவா. Thank you. வணக்கம். எங்கடா எஸ்கேப் ஆகுற? எங்கே போல சார்? அறிவு கட்டவனே, இந்த ஏஜென்சில இருந்து ஒரு சின்ன ஹிண்ட் வெளியே போனாலும் கூட வைரஸ் மாதிரி தெரியல. என்ன வைரஸ்? என்ன உனக்கு ஜோக்கா? ஷூட் பண்ணி நெருப்புல போட்டுருவேன் உன்னையும் பொண்டாட்டியும். போறேன் சார். யார் அசூல்? ഏയ്, മുറിയിലെ അയാള്, ഐ മീൻ യുവർ ചീഫ്, എന്തിനാ കോളറിൽ കുത്തിപ്പിടിച്ച് തോക്കെടുത്ത് ചൂണ്ടിയത്? എന്നോടെല്ലാം പറഞ്ഞതിനാണോ? യെസ്, എന്റെ ഓഫീസിൽ എന്റെ ഓളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു ചായ എന്റെ വെള്ളം പോലും വരുത്തി കൊടുത്തില്ലടോ നമുക്ക് ചോദിച്ചോല്ലോ. Jay, you have to behave. This is your office. ഇതാണോ അവള്? ജയ്, സത്യം പറ, ഇവൾക്ക് ശരിക്കും വട്ടായോ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം? നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം വട്ടായത് അവക്കല്ല, എനിക്കാ. നല്ല വേദന. ചീഫ് അതിനെ കഴുത്തിലല്ലേ പിടിച്ചത്? നിന്റെ അച്ഛൻ തല്ലിയിട്ടാ. വാട്ട്? എപ്പോ? ഞാൻ കൃത്യമായിട്ട് സമയം ഓർക്കുന്നില്ല. ശരിക്കും വേദനിച്ചോ? പിന്നെ 2 മണിക്കൂർ ചെവി കൂടെ പുന്നീച്ച പറഞ്ഞു. കണക്കായി പോയി. മരുമോന് വേണ്ടി കുറെ നാളായി ഓങ്ങി വെച്ചതാ ഡോക്ടർ. ജയ്, മരുമോനോട് ഞാൻ മാപ്പി വയ്ക്കട്ടെ? എങ്ങനെ? ദാ ഇങ്ങനെ. அஞ்சலி காலேஜ் பேண்ட்ல பாட்டு பாடுனது, டான்ஸ் ஆடுனது, அப்புறம் உங்க மலையாளி சமாஜ ஃபேமிலி ஈவெண்ட்ஸ்ல பெர்ஃபார்ம் பண்ணுனது, இவளை பத்தின எல்லா விஷயத்தையும் என்கொயர் பண்ணி ஒரு டீடைல் டாசியர் இந்த லேப்டாப்ல போட்டு வச்சிருக்கேன் பாரு. அம்மா தாயே, உன்னோட தலையெழுத்து அப்படி இருக்கு.
அதனால தான் உனக்கு இப்படி ஒரு ஆப்பர்ச்சுனிட்டி வந்திருக்கு டு ஹெல்ப் யுவர் நேஷன். പ്ലീസ് എങ്ങനെ ഏത് ആംഗിളിലാണ് ഇവക്ക് ലൈലയ്ക്കും തമ്മിൽ റിസംബിൾ? இப்ப ரிசம்பிளன்ஸ் இல்ல, ஆனா ரிசம்பிளன்ஸ் வரும் ஆட்டிட்யூட்ல ஆஃப்டர் வி ட்ரெயின் ஹர். സാർ ഒലക്ക വരും, ഒലക്ക ഇഫ് യു ട്രെയിൻ ഹർ. டேய், இப்ப என்னோட உடம்புல எங்க எங்க வச்சாலும் புல்சை ஆகும். ഐ എം റെഡി സർ. സർ ഞാൻ തയ്യാറാണ്. അഞ്ജലി, ലെറ്റ്സ് ഡു ദിസ് ജയ്. നമ്മുടെ നാടിന് വേണ്ടി, എന്റെ ജയ്ക്ക് വേണ്ടി. ഐ ഡു ഇറ്റ് സർ. வெல்கம் லைலா, வெல்கம் டு டெக்கன் எக்ஸ்போர்ட்ஸ். സാർ താങ്ക് യു സർ. No, Jay, I can't. ഇവളെ പോലെ എനിക്ക് പറ്റില്ല. என்ன? കണ്ടില്ലേ സാർ? ഒറ്റ തവണയെ കണ്ടുള്ളൂ ലൈലെ, തീർന്നു. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അയ്യടാ, പിന്നെ ആർക്ക് എന്ത് കോംപ്ലക്സ്? ഇവളിങ്ങനെ ആണുങ്ങളുടെ മുമ്പിൽ ചന്തി ഒഴുകുന്ന കണ്ടിട്ടോ. മാറ സർ, എന്നെ പോലെ തറവാട്ടി പറഞ്ഞ കുട്ടികൾക്ക് ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാ, അല്ലാതെ കോംപ്ലക്സ് ഒന്നും അല്ല. ஐயோ, ഇങ്ങനെ ചന്തി കൊടുക്കാൻ ഇറ്റ്സ് നോട്ട് ഈസി അഞ്ജലി. അതിപ്പോ അജയ്, സാർ இவள மாத்துறதுக்கு கரெக்டான ஆளு நீதா ஜெய். സാർ ലൈറ്റ്സ് ഓൺ ആക്ഷൻ. സ്റ്റോപ്പ് ഇറ്റ്. എന്തു പറ്റി? ഇഷ്ടപ്പെട്ടില്ലേ? പുറകെ നോക്കിയാലല്ലേ കുണിങ്ങി നടക്കുന്ന ഒരു പിടിയാനെ പോലെ ഉണ്ട്. അത്രയ്ക്ക് ചന്തമാ. റാമ്പില് ഇടി കഴുത റാമ്പില് മോഡൽസ് നടക്കുന്ന പോലെ നടക്കണം. ഒഴുകണം തൂവല് പോലെ, താഴെ നോക്കാതെ. നിക്കവിടെ, ഞാൻ കാണിച്ചു തരാം. Walk like a cat and make it cool. Step in front and step in front. Roll your hips and take a pose. ലൈല വാക്ക് എന്ന് പറയുമ്പോ മൊത്തം ബട്ടക്സിലാണ് കളി. Got it? ഛേ, അപ്പൊ അവള് നടക്കുമ്പോ അവളുടെ അവിടെയായിരുന്നു കണ്ണല്ലേ കോന്തൻ. ഏയ് ലൈല, ഓ സോറി. വാട്ട് നോൺസെൻസ്. അഞ്ജലി, എന്നെ കൊണ്ട് പറ്റില്ല ഇതൊന്നും. അങ്ങനെ നടക്ക്, ഇങ്ങനെ ചന്തി ഒഴുക്ക്. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഭർത്താവ് സ്വന്തം ഭാര്യ ഇങ്ങനെ ചന്തി ഒഴുക്ക് നടക്കാൻ പഠിപ്പിക്കുന്നത്. എന്നോട് ഓർഡർ ചെയ്യുന്ന കേട്ടാ തോന്നും ഏതോ പട്ടാളക്കാരനെ മാർച്ച് പാസ്റ്റ് പഠിപ്പിക്കാണ്. come on, relax. നോക്ക്, നാളെ മുതലേ നിന്നെ ഞാനല്ല പഠിപ്പിക്കുന്നത്. നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരു ആപ്റ്റ് ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാരാണാവോ? ബോളിവുഡ് മൂവീസിലും ബ്യൂട്ടി കോൺടെസ്റ്റിലും ഒക്കെ എക്സ്പേർട്ടായ ഒരാള്. സാമി കൂ. വാട്ട് കൂ? സാമി കൂ. ഒറിജിനൽ പേര് കുപ്പുസ്വാമി, ഫ്രം ചെന്നൈ. Definitely not possible. ये क्या मजाक है? இந்த பொண்ணு மாதிரி ஆக்கணுமா? No way. இந்த குயில இந்த மயில் மாதிரி ஆக்கணுமா? Impossible. ഞാൻ നിനക്ക് കുയിലാ തരീതാ. ஏய் என்ன நீ ரொம்ப அதிகமா பேசுற? Do you know why? Hey, idiot, Sunny. Don't call me Hey, idiot. look here, குப்புசாமி. Hey, it's Sunny cool. Okay, cool. இவளை சேஞ்ச் பண்றதுக்கு, மேக் ஓவர் பண்றதுக்கு 2 நாள் தான் இருக்கு. अरे साहब, मैं आपको बोला ना 2 நாள் இல்ல 2 வருஷம் ஆனாலும் இந்த பொண்ணை அழகாக்க முடியாது. டேய், என்னடா சொல்ற? என்னடா குப்புசாமி முடியாதா? சார், நீங்க என்ன அடிச்சாலும் உதைச்சாலும் ஜெயில போட்டாலும் இட்ஸ் இம்பாசிபிள். ஐ சிம்பிளி காண்ட். ஏய், இவனை பிடிச்சு ஆத்துடா. ஏய், லீவ் மீ, டோன்ட் டச் மீ. ஏய், எங்க கை போடுறீங்க? ஏய், छोड़ो मुझे. അവന്റെ ഞരമ്പിലെ ഡ്രഗ്സിന്റെ തീ കെടുമ്പോ അവൻ താനെ സമ്മതിച്ചോളും.